ഹരിചന്ദന മലരിലെ മധുവായി അരമിളകും മൃഗമതലയമ മാറിലിടയും മാരകേളി ലാലസവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺ തുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമ മാറിലിടയും മാരകേളി ലാലസവേഗം. കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമ മാറിലിടയും മാരകേളി ലാലസവേഗം. മൊഴിത്തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നു വീണു പിടയുന്നു. പൂന്തേ മൊഴിത്തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നു വീണു പിടയുന്നു. പൂങ്കുയിൽ കൊഞ്ചലിൽ ഒളിയുമൊരഴകാണോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമ മാറിലിടയും മാരകേളി ലാലസവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺ തുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമാ. Good morning. Nice. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അക്ഷയ് ആരാണ് അക്ഷയുടെ മാസ്റ്റർ? MG രാധാകൃഷ്ണൻ. സൂപ്പർ. അതാരാ? MG സാറിന്റെ ചേട്ടൻ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അടിപൊളി. ഇനി ഈ പാട്ട് പാടിയത് ആരാ? MG സാർ. ചില കൊച്ചു കുട്ടികളുടെ ചോദിക്കുന്നവര് അല്ല എന്നാ പിന്നെ എഴുതിയതാരാന്ന് കൂടെ പറഞ്ഞോളൂ അല്ലെ. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ചോദിക്കില്ലേ മക്കളെ എഴുതിയതാരാ? കാവാലം നാരായണ പണിക്കർ സാർ. ശരി, അപ്പൊ സിനിമ ഏതാ? കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ അക്ഷയ് സാറിന്റെ മുമ്പില് നിനക്ക് ഇന്ന് ഈ പാട്ട് പാടാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് സാറിനോട് തന്നെ ചോദിക്കാം. MG സാർ. അക്ഷയ് സാർ നന്നായിട്ട് പാടിവനെ. താങ്ക് യു സാർ. നന്നായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത് ഈ രാഗം ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച്
കുറച്ച് ടെമ്പോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാഗഭാവം അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് പാടി നോക്കാവോ? ഇപ്പം ഇത് Okay, sir. പല സ്ഥലങ്ങളിലും പാടുമ്പോൾ റഷ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ടെമ്പോ എന്നൊരു 3 പോയിന്റ് കുറയ്ക്കും. ഹരിചന്ദന മലരിലെ മധുവായി. അവിടെ റഷ് ചെയ്യാതെ കിടക്കട്ടെ. ഹരിചന്ദന മലരിലെ മധുവായി, അത്ര മതി. ഞങ്ങൾ ആ speed. കേട്ടു, ഞങ്ങൾ തൃപ്തരായി. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി. ഒന്നുകൂടെ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസവേഗം ആ നീല നില കുളിരിൽ ശ്രുതി നീല നില ആ നീല നില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ കാമനുണർന്നല്ലോ കാമനുണർന്നല്ലോ. അവിടെ ഒരു ക്ലൈഡ്. ആ ഓ വളരെ റിലാക്സ് ആയിട്ട് പാട്. ഓക്കെ. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്രസീവ് ആകാൻ പറ്റും ഇതിനകത്തെ എലിമെൻറ്റ്സ്. കാരണം ഈ പാട്ടിൽ ചേട്ടൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ എലിമെൻറ്റ്സ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ തുടങ്ങുന്ന ഉള്ളിൽ അവിടെയൊക്കെ ആ ഒരു ഫീല് വേണം. ഉള്ളിൽ 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 കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാ മിന്നുമലിവാണോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. ആ അതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ സാർ. ഇത് പെട്ടെന്ന് ഓർത്തു പോണ കാര്യം, ഞാനും ചേട്ടനും കൂടെ കൊട്ടാരക്കര ഒരു കച്ചേരിക്ക് പോവാം. കച്ചേരിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടൻ്റെ ബുക്കിനകത്തുനിന്ന് ഇതുപോലത്തെ ഒരു 5 പേപ്പർ എടുത്തു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. 5 പേപ്പർ എടുത്തിട്ട് പറഞ്ഞിടാ ഇത് പുതിയ ഒരു പടത്തിലെ പാട്ടിൻ്റെ വരികളാണ്, കാവാലൻ സാർ എഴുതിയിരിക്കുന്നത്. ഒരു പാട്ടെടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാ ചേട്ടാ ഈ പാട്ടെന്ന് ചോദിച്ചു. ചേട്ടന് വണ്ടിക്കകത്തിരുന്ന് പാടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത്. ഹരിചന്ദന മലരിലെ മധുവായി കാവാലൻ സാറ് അസാധ്യമായിട്ട് എഴുതിയിരുന്നു. അതിനുശേഷം കച്ചേരി എല്ലാം കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ TK രാജീവ് കുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓർക്കസ്ട്രേഷൻ ചെയ്തത് ബെന്നിയും കണ്ണനുമാണ്. കണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ ചേട്ടൻ്റെ സന്തത സഹചാരികളാണ്. കാരണം ഏത് പാട്ട് ചെയ്തു കഴിഞ്ഞാലും ഇവർ കൂടെ വേണം. തരക്കേടില്ലാതെ പാടി കേട്ടോ. കാരണം ഒരു കംപ്ലീറ്റ്നെസ് വരാനുണ്ട് പല സ്ഥലങ്ങളിലും, എന്നാലും തരക്കേടില്ലാതെ പാടി. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു MG സർ. ശരത് സർ. എടാ ചക്കര കുഞ്ഞാടെ, സാർ. ഇപ്പൊ ഇത് പാടിയ ആ മനുഷ്യൻ തന്നെ ഇരുന്ന് നിനക്ക് കറക്റ്റ് ചെയ്ത് തന്നു. ഇതിൽ കൂടുതൽ നിനക്ക് എന്തൊരു വേണം അപ്പി? താങ്ക് യു സാർ. അതൊരു ഭാഗ്യമല്ലേ? അതെ സാർ. അതിപ്പോ ഇത് പാടിയത് MG അണ്ണൻ, ഇത് സംഗീതം ചെയ്ത് MG അണ്ണന്റെ അണ്ണൻ. അപ്പൊ മൊത്തം അണ്ണാച്ചികളുടെ ഒരു മഹാസമ്മേളനമായിരുന്നു. അപ്പൊ അത് അണ്ണൻ തന്നെ പറഞ്ഞു തന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ശ്രുതിയുടെ കാര്യവും കൂടെ ഒന്ന് പിടിച്ചോണം കൃത്യമായിട്ട് കേട്ടോ. അവിടെ ഇവിടെ അതങ്ങനെ വരുന്നത്, അങ്ങനെ വരാണ്ട് നോക്കുക. നല്ല പാട്ടുകാരനാ നീ, ഒരു ചക്കരയാ. താങ്ക് യു സാർ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അക്ഷയ് ഇക്ക നന്നായിരുന്നടാ. താങ്ക് യു ഇക്ക. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കുറേ സിംഗേഴ്സിനോട് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പം നിങ്ങളെ പിച്ച് ഡിറ്റർമിൻ ചെയ്യണം. ഇപ്പോൾ ഒരു പാട്ടിന് ചിലപ്പോൾ ഒരു ഫുൾ നോട്ട് മേലെയാണ് പാടുന്നതെങ്കിൽ ഇതിന് നിങ്ങൾ പിന്നെ അക്ഷയ് കൂട്ടിയല്ലോ അല്ലേ? 3 നോട്ട് കണ്ട് കൂട്ടിയില്ലേ? ഹാഫ് നോട്ട് കൂട്ടി. ഹാഫ് നോട്ടാണ് കൂട്ടിയത്. അതെ. ശരി. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് നോട്ട് കൂട്ടുമ്പോൾ ഒരു പൊടിക്ക് ടെമ്പോ അതേ ഇമ്പോർട്ടൻസ് തന്നെ ടെമ്പോയ്ക്കും കൊടുക്കാം. പക്ഷേ നിങ്ങൾ കംഫർട്ടബിളായിട്ട് അത് പ്രോപ്പറായിട്ട് പാടണം. ഇപ്പോൾ 130
127 ആയി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും അറിയാനൊന്നും പോകുന്നൊന്നുമില്ല. അത്ര ഭീകരമായിട്ടുള്ള വലിച്ചിലൊന്നും ഒരു 3 പോയിന്റിലൊന്നും വരില്ല, നോട്ടീസബിൾ അല്ല അത്. പക്ഷെ അത് പാടുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെ തന്നെ ടെമ്പോയും നിങ്ങൾ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ സാർ. ഓക്കെ. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയ ശ്രുതി കുറേ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വഴുതി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. ചേച്ചി അക്ഷയ് ചേച്ചി മോനെ, എനിക്കിപ്പം അക്ഷയ് പാടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകണേന്ന്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷെ എന്നാലും മോനെ ആ ചില ഭാവങ്ങൾ വരണമെങ്കിൽ ശ്രുതി ചേരണം അല്ലേ? അപ്പൊ അതിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇരുന്ന് ശ്രദ്ധിക്കണം. കോൺസെൻട്രേഷൻ വരണം, ടോട്ടലി ഇവിടെ കോൺസെൻട്രേഷൻ വരണം. മൈൻഡ് ടെൻഷനിലായി കഴിഞ്ഞാൽ അതങ്ങ് പോവും, കൈവിട്ട് പോവും. എന്തായാലും ഇന്നൊരു വലിയൊരു ഭാഗ്യം സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറേ കറക്ഷൻസ് ചെയ്ത് കിട്ടി. സത്യത്തിൽ എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് സോങ്സ് കൂടിയാണിത്. സെലക്ഷൻ സൂപ്പർബ്. പാട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. 8.8. താങ്ക് യു സാർ. ശരത് സർ. തിരുവായ്ക്ക് എതിർവായ ഉണ്ടോടാ ചക്കരെ? ഇല്ല. 8.8 മാർക്ക്. Thank you, sir. ഷാനിക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, പോരെ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ. Superstar.